അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റൗഹുൽ ഹദീസ് ഭാഗം 18. അന്നബി ഖതാദ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സാഖിൽ ഖൗമി ആഖിറുഹും ശുർബാ സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അബീ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹബീബായ നബി തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുകയാണ്, സാക്കിൽ ഖൗമി ആഖിറുഹും ശുർബ, ജനങ്ങൾക്ക് വെള്ളം കോരിക്കൊടുക്കുന്നവൻ, എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവൻ, അത് ചായയാവട്ടെ, പായസമാവട്ടെ, സോജിയാവട്ടെ, സർവത്താവട്ടെ, ഇവൻ അവസാനമായിരിക്കണം കുടിക്കേണ്ടത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ പല പരിപാടികളും നടത്തും. എന്നിട്ട് അതിന് ചില നേതാക്കന്മാരുണ്ടാവും, സർബത്ത് കൊടുക്കാൻ, സോജി ഒഴിച്ചു കൊടുക്കാൻ, കഞ്ഞി ഒഴിച്ചു കൊടുക്കാൻ, പായസം കൊടുക്കാനൊക്കെ. എന്നിട്ട് എന്താ അവര് ചെയ്യല്? ആദ്യം അവരൊരു ഗ്ലാസ് കുടിക്കും, എന്നിട്ട് അവർ പുരക്കേക്കൊരു പാത്രത്തിൽ എടുത്തു വെക്കും. എന്നിട്ട് ആണ് അവിടെ കാത്തിരുന്ന കഞ്ഞിക്ക് വേണ്ടി ക്യൂ നിന്ന കുട്ടികൾക്ക്, സർബത്തിന് വേണ്ടി വരി നിന്ന ആളുകൾക്ക്, പായസത്തിന് വേണ്ടി വരിയിൽ നിന്ന ആളുകൾക്ക് ഇവര് കൊടുക്കുന്ന ആള് കുടിച്ച് അവരെ പുരക്കാർക്കുള്ളത് എടുത്തു വെച്ച് ശേഷമാണ് കൊടുക്കൽ. ഇതാണോ പ്രവാചകന്റെ മാതൃക? ഇതൊരു നല്ല കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൗമി ആഖിറുഹും ശുർബാ, വെള്ളം കൊടുക്കുന്നവൻ, കഞ്ഞി കൊടുക്കുന്നവൻ, ഇവൻ അവസാനമാണ് ഇവൻ കുടിക്കേണ്ടത് എന്ന്. ഇവിടെ ഒരു സൂചനയുണ്ട്, ഇലാ അന്നമൻ വല്ലാ ശൈഅൻ മിൻ അംരിൽ ഉമ്മ ഫഅലൈഹി സഅയു ഫീമാ യൻഫഉഹും വദഫഅ മാ യുഅദീഹിം വതഖ്ദീമു മസ്ലഹതിഹിം അലാ മസ്ലഹതിഹി. ഉമ്മത്തിന്റെ കാര്യം ഏറ്റെടുത്തവൻ, ഈ സമുദായത്തിന്റെ കാര്യം ഏറ്റെടുത്തവൻ, ആദ്യമായിട്ട് അവൻ ചെയ്യേണ്ടത് അവർക്ക് ഉപകാരമുണ്ടാക്കുന്നത് ആദ്യം എത്തിച്ചു കൊടുക്കുക, അവർക്ക് പ്രയാസമുണ്ടാക്കുന്നത്, അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് ആദ്യം തടയുക, അവരുടെ ഗുണങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ സ്വന്തം ഗുണത്തെക്കാളും സ്വന്തം ആവശ്യത്തെക്കാളും പരിഗണന നൽകേണ്ടത് ഈ ഉമ്മത്തിന്റെ കാര്യം ഏറ്റെടുത്ത ആളുകളാണ്. അത് ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവട്ടെ, ജമാഅത്തിന്റെ മുത്തവല്ലിയാവട്ടെ, ഒരു സമൂഹത്തിന്റെ അമീറാവട്ടെ, ഒരു നാടിന്റെ നായകനാകട്ടെ, അവർ മറ്റുള്ളവരുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടാണ് സ്വന്തം വീട്ടിൽ വിളക്ക് കത്തിക്കേണ്ടത്. മറ്റുള്ളവരുടെ വീട്ടിൽ കഞ്ഞി വിളമ്പിയിട്ടാണ് സ്വന്തം വീട്ടിൽ കഞ്ഞി വിളമ്പേണ്ടത്. മറ്റുള്ളവരുടെ വീട്ടിൽ വെള്ളം എത്തിച്ചു കൊടുത്തിട്ടാണ് സ്വന്തം വീട്ടിൽ വെള്ളം എത്തിക്കേണ്ടത്. ഇങ്ങനെയാണോ നമ്മുടെ നേതാക്കന്മാർ? ഇങ്ങനെയാണോ നമ്മുടെ മുത്തവല്ലിമാർ? നാം ഒന്ന് ഈ വിഷയത്തിൽ ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സാക്കിൽ ഖൗമി ആഖിറുഹും ശുർബാ, ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നവൻ അവൻ അവസാനം അവനാ കുടിക്കേണ്ടത്, ആദ്യം അവന് കുടിക്കാൻ പാടില്ല. ഈ മാതൃക നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വന്തം ശരീരത്തെക്കാളും മറ്റുള്ളവർക്ക് മുൻഗണന നൽകി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഉദവി നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.